ഹലോ സുഹൃത്തുക്കളെ, ഞാൻ സാജു. ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് മറൈൻ അക്വേറിയം കാണാനാണ്. മറൈൻ വേൾഡ് അക്വേറിയം. അപ്പോൾ നമ്മൾ തങ്ങൾപ്പടിയായി തൃശ്ശൂരിൽ നിന്ന് നമ്മൾ പറപ്പൂര് വഴി പാവറട്ടിയിൽ നിന്ന് ഗുരുവായൂരിൽ നിന്ന് ചാവക്കാട് നിന്ന് പഞ്ചവടി, തങ്ങൾപ്പടി വഴി പഞ്ചവടി ബീച്ചിലാണ് നമ്മുടെ ഈ മറൈൻ വേൾഡ് അക്വേറിയം. അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ പാർക്കിംഗ് ഏരിയ ആണ്. കണ്ടമാനം. ഞങ്ങൾ സാറ്റർഡേ ആണ് പോയത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഇതാണ് അതിൻ്റെ ഒരു ബാക്ക് എൻട്രൻസ്. ബാക്കിലത്തെ ഗേറ്റാണിത്. ഫ്രണ്ട് ഗേറ്റ് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. അപ്പോൾ അവിടെ തന്നെ കാണുമ്പോൾ നമുക്കൊരു മീനിൻ്റെ വാലൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. ഫാമിലി ഉണ്ട് കൂടെ. ഇന്നിപ്പോൾ കുട്ടികൾക്കൊക്കെ മുടക്കല്ലേ, ശനിയാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ സാറ്റർഡേ നോക്കി വന്നു. കണ്ടമാനം ആൾക്കാർ വന്നിട്ടുണ്ട് സാറ്റർഡേ. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഇല്ല എന്ന് തന്നെ പറയാം. 28-30 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട്. പഞ്ചവടി ബീച്ചിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ബീച്ചാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചും പിന്നെ ഇവിടെ ഫാം വില്ലയുണ്ട്. അവിടെ ഇനി എന്താ പറയുക, നമ്മുടെ പക്ഷികളും ഉരകവർഗ്ഗങ്ങളുടെയൊക്കെ ഒരു എക്സിബിഷനാണ്. ഇതാണ് ശരിക്ക് മറൈൻ വേൾഡ് അക്വേറിയത്തിൻ്റെ ശരിക്കുള്ള എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. അതവിടെ ഒരു തീവണ്ടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുട്ടികൾക്ക്, അതുപോലെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കണ്ടമാനം കുട്ടികളുണ്ട് ഇവിടെ. അവരെ അതിൽ ഫ്രീ ആയിട്ടാണോ എന്നറിയില്ല, കുട്ടികളും ടീച്ചർമാരൊക്കെ അതിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ ട്രെയിൻ ഈ കൊറിയത്തിൻ്റെ പുറത്തോടെയുള്ള ഭാഗത്ത് ഈ പാർക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. ചുറ്റും ഒരു പാർക്ക്, അത് കഴിഞ്ഞ ബീച്ചൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. പിന്നെ ഇവിടുത്തെ എൻട്രൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ഫാമിലി വരുന്നുണ്ട്. മകൻ, വൈഫിൻ്റെ അമ്മ, വൈഫ്, അങ്ങനെയാണ് ഞങ്ങൾ പോയത്. ഇവിടുത്തെ എൻട്രി എങ്ങനെയാണെങ്കിൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യാതൊരു ചാർജും ഇല്ല. 10 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഒരാൾക്ക് 400 രൂപ. കണ്ട, വളരെ മനോഹരമായ ആഴക്കടൽ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ആ ട്രെയിൻ ഇവിടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഉള്ളിലൂടെയൊക്കെ പോകുക ഇടയ്ക്ക്. അവിടെ റെസ്റ്റ് ചെയ്യാണ് ട്രെയിൻ. അടുത്ത ആൾക്കാരെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ സ്റ്റോപ്പിൽ കിടക്കുകയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ അതിൻ്റെ ചുറ്റും അതാണ് ഒരു കടലാമയുടെ ഒരു ശില്പം കാണാം. അതിൻ്റെ 2 സൈഡുകളിലും നടന്നു പോകുന്ന വഴി മുഴുവൻ ആഴക്കടൽ, ഒരു ആഴക്കടലാഴി എന്ന് പറയില്ലേ, നമ്മൾ കടലിൻ്റെ അടിപ്പരപ്പാണ് വരച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇതിനുള്ളിൽ പോകുമ്പോൾ നമുക്ക് 3D ഒരു ഷോ ഉണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ചെറിയ പാർക്കുണ്ട് കുട്ടികളുടെ. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കടന്നാലും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറൈൻ വേൾഡ് അക്വേറിയം ആയിട്ടില്ല. അതിന് മുമ്പ് ഉള്ള ചെറിയ പേയ്മെൻറ്റ് കൊടുത്ത് കയറേണ്ടതാണ് കേട്ടോ. അതവിടെ ഒരു ഹൊറർ ഹൗസ് ഉണ്ട്. പേടിപ്പിക്കുന്ന അലർച്ചകളും ദൃശ്യങ്ങളൊക്കെ ആയിട്ട് ചിലർക്ക് അതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഹൊറർ ഹൗസ്, അവിടെയും ടിക്കറ്റ് കൊടുക്കണം. ഹൊറർ ഹൗസിൻ്റെ അപ്പുറത്ത് അതൊരു മിറർ ഹൗസ് ഉണ്ട്. പല വിധത്തിലുള്ള മിററുകൾ, പല ടൈപ്പിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തടിച്ചും നീളത്തിലൊക്കെ കാണുന്ന ടൈപ്പ്. അതിലും എൻട്രൻസ് ഫീ കൊടുക്കണം. അങ്ങനെ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. സീനിയർ സിറ്റിസൺസിന്, അതുപോലെ വീൽ ചെയറിൽ വരുന്ന ആൾക്കാർക്കുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വലിയ പടികളൊന്നുമില്ല. ഫുള്ള് വീൽ ചെയറിൽ പോകാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. സീനിയർ സിറ്റിസൺസിന് 50 രൂപ കുറവുണ്ട്, 350 രൂപയുള്ളൂ. ബാക്കി 10 വയസ്സ് മുതൽ 60 വയസ്സുള്ള ആൾക്കാർക്ക് 400 രൂപയാണ് ഒരാൾക്ക്. പക്ഷെ നമുക്കിത് വർത്താണ്. നമുക്കിതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഇവിടെ ഒരു ബേർഡ്സ് പാർക്ക് ഉണ്ട്. അവിടെയും വേറെ എൻട്രി ഫീസ് കൊടുക്കണം. ഇതൊന്നും നമ്മുടെ ടിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടർ കാണാനില്ല. കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണത് വി മറൈൻ വേൾഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. വളരെ എന്താ പറയുക, എന്താ പറയുക,
ചാതുരിയോട് കൂടിയിട്ട് നിർമ്മിച്ചിരിക്കുകയാണ് കേട്ടോ അവിടെ കംപ്ലീറ്റ്. വളരെ ഒരു ആർട്ടിഫിഷ്യലായിട്ട്, അതുപോലെ തന്നെ വളരെ കലാപരമായിട്ട് കൂടി നിർമ്മിച്ചിട്ടുള്ള, വളരെ എഫർട്ട് എടുത്തിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം. ഞാനൊരു എൻജിനീയറും കൂടി ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ട്, എത്ര ടൈം പിടിക്കും എന്നൊക്കെ നമുക്കറിയാം. വളരെ മനോഹരമായിട്ട് തന്നെ എഫർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ വിശ്രമിക്കാനുള്ളതും സ്റ്റാഫുകളുണ്ട്, കണ്ടമാനം സ്റ്റാഫുകളുണ്ട് ഇവിടെ പറഞ്ഞു തരാനും നമ്മുടെ ആൾക്കാർ ഒക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്, ലേഡീസും ജെൻസും. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളോ നമുക്ക് ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഏരിയ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ റൂഫ് മുഴുവൻ സോളാർ ആണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കംപ്ലീറ്റ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഈ ടിക്കറ്റ് എടുത്ത് ഇത് ഉള്ളിൽ കയറിയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇത് ആദ്യം തന്നെ നമ്മുടെ വിഡോ ടെട്ര, പല കളറിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിഡോ ടെട്ര എന്ന് പറഞ്ഞ മീനാണ്. അതൊരു പ്രീമിയർ പത്മിനി, അതിൻ്റെ അപ്പുറത്ത് തന്നെ പ്രീമിയർ പത്മിനി കാറിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മീൻ പോണ കാണാം. ഇത് എന്തോ ഒരു വരാല് പോലത്തെ ഒരു മീനാണ് കണ്ട. ഇവിടുത്തെ ഓരോ ശില്പങ്ങളും ഒരു ഫറോൻ അല്ലെങ്കിൽ ഒരു ഈജിപ്ഷ്യൻ സ്കൾപ്ചറാണ് ഇത് കംപ്ലീറ്റ് ഈ ടാങ്കിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇതാണ്. ഓരോ എന്താ പറയുക തീമാണ് ഓരോ റൂമിലും. ഇത് എ സിയാണ് കേട്ടോ, നമുക്ക് കാശ് മുതലാവും. ഇതിൻ്റെ ഉള്ളിലൊക്കെ എ സിയാണ് കേട്ടോ. ആ ലൈറ്റിങ്, അതുപോലെ ഒരു പഴയ ഈജിപ്ഷ്യൻ സ്റ്റൈല്, ഒരു ആൻറ്റിക് ഏരിയയിലേക്ക് കടന്ന പോലെയാണ്. അതിനനുസരിച്ചാണ് ഓരോ ഫിഷ് ടാങ്കും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കണ്ട, ഇതിപ്പോൾ നമ്മൾ പെട്ടി ഓട്ടോറിക്ഷയിൽ മീൻ കൊണ്ടുവരാന്ന് പറയില്ലേ നമ്മുടെ നാട്ടിലൊക്കെ, ഇത് പെട്ടി ഓട്ടോറിക്ഷയാണ്. അതിൽ പക്ഷേ നമുക്ക് കഴിക്കാനുള്ള മീനല്ല, ഒരു ഫിഷ് ടാങ്കാണ് ആ പെട്ടി ഓട്ടോറിക്ഷയുടെ ബാക്കിൽ. അതിലും വളരെ പല വിധത്തിലുള്ള മത്സ്യങ്ങൾ ഒരു ടാങ്ക് ഉണ്ട് അതിൽ. ഇത് കുറച്ചുകൂടി വലുത്, ഒരു ഗ്രാസ് കാർപ്പ് എന്ന് പറയുന്ന ഒരു ഇതാണ്. കളറില്ലാത്ത ടൈപ്പ് കാർപ്പ് മത്സ്യങ്ങളാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ചുമപ്പും മഞ്ഞയൊക്കെ ആയിട്ടുള്ള വലിയ കാർപ്പ് മത്സ്യങ്ങൾ. ഇത് കളറില്ലാത്ത ഗ്രാസ് കാർപ്പിൻ്റെ ഒരു ടാങ്കാണ്. അപ്പോൾ ഓരോ ഡീറ്റെയിൽസും, ഓരോ ഫിഷിൻ്റെയും ഡീറ്റെയിൽസ്, അതിൻ്റെ ഭക്ഷണം, അത് ഏത് രാജ്യക്കാരനാണ്, ആമസോണാണോ സൗത്ത് ആഫ്രിക്കനാണോ, അതുപോലെ എല്ലാ ഡീറ്റെയിൽസും, അവൻ്റെ നീളം, എത്ര നാൾ ജീവിക്കും എന്നൊക്കെ, അതിൻ്റെ എന്താ പറയുക സയൻറ്റിഫിക് നെയിം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാർഡ് പോലെയാണ് കേട്ടോ. അത് അങ്ങനെയാണ് ഒരു തീം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു കാർഡിൻ്റെ ഒരു തീം പോലെയാണ്. എന്നാൽ അതിൻ്റെ അടിയിൽ ഈ മീൻ നോക്കൂ, ഇതാണ് ഈ വൈറ്റ് അലിഗേറ്റർ മത്സ്യം. നമ്മുടെ മുതലര പോലെയാണ് അവൻ്റെ ചുണ്ട്. ഇത് ഒരു 1,00,000 രൂപ ഉണ്ടാവും കേട്ടോ. 1,00,000 രൂപ മേലെ വരും ആ ഒരു മത്സ്യത്തിന്. ഭയങ്കര വില കൂടിയ മത്സ്യമാണത്. ഞാൻ കണ്ട ഒരു കാട്, ആ കാടിലുള്ള ഒരു തടാകത്തിൽ മീനുകൾ എങ്ങനെ വസിക്കുന്നു, അങ്ങനെ ഒരു ബേസിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ട, ഇതിപ്പോൾ ഒരു വേറൊരു സീനറിയാണ്. അതിൻ്റെ അവിടെയുള്ളൊരു ഇത് അരോണയാണ് മത്സ്യം. ഇതും ചൈനീസ് ഫുങ്ഷി പ്രകാരം വളരെ വിലപിടിപ്പുള്ള ഒരു മീനാണ് അരോണ. പലയിടത്തും കാണാം. ഈ കാണുന്ന മത്സ്യത്തിനൊരു 10,000 മുതൽ 50,000 രൂപ വരെ വരാം. ഇതാ നോക്കൂ, അലാവുദ്ദീനും അത്ഭുതവിളക്കും. അങ്ങനെയുള്ളൊരു തീമാണ് ഒരു ടാങ്കിൻ്റെ ഉള്ളിൽ. ഇതിൽ മത്സ്യം കാണാം. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കണ നല്ല മത്സ്യങ്ങളെ കാണാം, ഭംഗിയുള്ള. ഇത് വേറെ മത്സ്യം. ഇതിനെ നൈഫ് മത്സ്യം, അല്ലെങ്കിൽ എന്താ പറയുക കത്തി മത്സ്യം. ഒരു കത്തി പോലെയാണ് അവൻ്റെ നിൽപ്പ്. ഇത് നമ്മുടെ എന്താ പറയുക പിലോപ്പിയ അതിൻ്റെ ഒരു വകഭേദമാണ്. ഇത് നൈഫ് മത്സ്യം തന്നെ, കത്തി മത്സ്യത്തിൻ്റെ വേറെ ഡോട്ടഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണിത്. അതിൽ കണ്ട ഒരു മത്സ്യകന്യക കിടക്കുന്നുണ്ട് ടാങ്കിൻ്റെ ഉള്ളിൽ. ഇതൊരു വലിയ ടാങ്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ആമസോൺ നദിയിൽ കാണുന്ന അരാപ്പൈമ, ഒരു 7 അടി നീളമുള്ള, അല്ലെങ്കിൽ ഒരു 6 അടി 7 അടി നീളമുള്ള ഒരു
4 കണ്ട ഒരുത്തനവിടെ കിടക്കണ കണ്ട അരാപ്പയ്മ മത്സ്യങ്ങളാണ് ഇതിൽ. അത് കഴിഞ്ഞു ഇതൊരു ഡാർക്ക് റൂം പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഓരോ റൂമും ഓരോ കൺസെപ്റ്റാണ്, ഓരോ തീമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വന്നു. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ടാങ്കുകളുടെ ഒരു ഏരിയയാണ്. അതിലും എനിക്ക് തോന്നുന്നത് ഇത് കടൽ മത്സ്യങ്ങളല്ല. നമ്മൾ നേരത്തെ കണ്ടതൊക്കെ കടൽ മത്സ്യങ്ങൾ ഉപ്പ് വെള്ളത്തിലുള്ളതാണ്. ഇത് നല്ല ശുദ്ധജല മത്സ്യങ്ങളും ഉണ്ട് ഇവിടെ. അവയുടെ ഏരിയയാണിത്. കണ്ട അവിടെ നമുക്ക് കാലുമ്മ നമുക്ക് ഫിഷിനെ കൊണ്ട് കാലുമ്മ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. മാളുകളിലൊക്കെ നമുക്ക് 100 രൂപ കൊടുക്കണം. എല്ലാവരും വരിവരിയായിട്ടിരിക്കുകയാണ്. ഒരു തോടുണ്ടാക്കിയിട്ട് അതിൽ ഈ മീനിട്ടേക്കാണ്. നമ്മൾ കാല് അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൊക്കെ വന്ന് കാലുമ്പോൾ കൊത്തി നമ്മുടെ കാലുമ്പത്തെ എന്താ പറയുക കിട്ടാവുന്നതൊക്കെ അവൻ കടിച്ച് എടുക്കും. എന്താ പറയുക ഫിഷ് പെഡിക്യൂർന്നോ എന്താ പറയുക അങ്ങനെ അതാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മീനുകളെ കണ്ടുകൊണ്ടിരിക്കാം. ഇതൊരു ആമസോൺ നദിയിലുള്ള ഒരു സീബ്ര ടൈപ്പ് ഒരു മത്സ്യമാണ്. നമ്മളധികം കണ്ടിട്ടുണ്ടാവില്ല ഈ മത്സ്യത്തിനെ. മിക്കവാറും കടൽ മത്സ്യങ്ങളാണിത്. അപ്പോൾ അത് സ്റ്റീം വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റേജിലൊക്കെ നമ്മൾ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു ടാങ്കിൻ്റെ ഉള്ളിൽ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടാങ്കിൻ്റെ ഉള്ളിൽ കടന്നു നിന്നിട്ട് ഫോട്ടോ എടുക്കാം. അങ്ങനെയുള്ള അതായത് തോടിൻ്റെ ഏരിയയാണ്. ഏതാണ്ട് അപ്പം മകള് അതിൻ്റെ ഉള്ളിൽ കടന്നു. ഒരു ട്യൂബാണ്, ഒരു ട്യൂബുലർ ഫിഷ് ടാങ്കാണ്. അപ്പോൾ അതിൻ്റെ നടുവിലേക്ക് നമുക്ക് കുനിഞ്ഞ് കടന്ന് അവിടെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിൽ നിൽക്കണ പോലെ തോന്നും മീനുകളുടെ ഇടയിൽ. ഓരോ മത്സ്യങ്ങളും ചിലത് നമ്മൾ കണ്ടിട്ടുള്ള മത്സ്യങ്ങളുണ്ട്, ചിലത് ആദ്യമായിട്ട് കാണുന്നുണ്ട്. എന്നിരുന്നാലും ഇതൊരു അനുഭൂതിയാണ് കേട്ടോ. ഇത് ഞങ്ങളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. ഏകദേശം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കാണാനുള്ള ഏരിയ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതാ ഒരു ജലകന്യകയുടെ ഒരു മനോഹരമായൊരു പ്രതിമ. അതിന് താഴെയും ഒരു ചെറിയ ജലധാരയുണ്ട്, ഫൗണ്ടൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ മത്സ്യങ്ങളുണ്ട്. ഇതൊരു സക്കർ ടൈപ്പ് ഒരു ഫിഷാണ്, അനങ്ങാതെ കിടക്കുന്ന ഒരു മത്സ്യം. അത് കഴിഞ്ഞ് വേറെ റൂമിലേക്ക് കിടന്നപ്പോൾ ഇവിടെ ശരിക്കും നല്ല ലൈറ്റിംഗ് ഉള്ളൊരു ഏരിയയാണ്. ഇത്ര ലൈറ്റുള്ള ഒരു ഹാള് നമ്മൾ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഒരു മഞ്ഞ് പെയ്ത പോലത്തെ ഒരു ഫീലാണ് ഇവിടെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാർപ്പിൻ്റെ മത്സ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. കണ്ട മഞ്ഞിൻ്റെ ഒരു ഇതാണ്. ഇവിടെ നല്ല വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോട്ടോ നമുക്ക് ശരിക്കും നമുക്ക് ചെയ്യാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല ഇതിൻ്റെ റൂമിൽ. പക്ഷെ എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ നമ്മളെ ഫോട്ടോ എടുത്തിട്ട് അവർ പ്രിൻ്റ് എടുത്ത് തരുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചുകൂടി ഒരു ആൻറ്റിക് ഫോസിൽസ്, അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാതിരിക്കുകയാണ് നമ്മുടെ ഫാമിലി. കണ്ട ഫോസിൽ, അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് ഫോറസ്റ്റ് ഒക്കെ ആയിട്ടുള്ള തീമുകളാണ്. ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കൊടും കാടിൻ്റെ ഉള്ളിൽ ഒരു വെള്ളച്ചാട്ടം പോലെയുള്ളൊരു തീം ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടമാനം ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. മേലെയൊക്കെ കുരങ്ങന്മാർ, അതുപോലെ പക്ഷികളുടെയൊക്കെ മരങ്ങളിലൊക്കെ ഉണ്ട്. കാരണം നോക്കിയത് ഉയരത്തിന്ന്, ഇത് വളരെ ഉയരത്തിന്ന് നമ്മൾ അടിയിൽ ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ. ഇത് നമ്മുടെ ഏഞ്ചലില്ലേ, ഏഞ്ചൽ മത്സ്യം അല്ലത്, അതിൻ്റെ പോലത്തെ കുറച്ചുകൂടി വലിയ ടൈപ്പ് ആ ഒരു ജനുസിലുള്ളത് തന്നെയാണ് ഇത്. വേറെ നമ്മൾ പല ഡിസ്കവറി ചാനലിലൊക്കെ കണ്ട് മറന്ന ചില മത്സ്യങ്ങളാണ്. പല വിധത്തിലുള്ള തലയുള്ളതും വട്ടത്തിലുള്ളതും. ഇത് ഓരോ ടാങ്കിലേക്ക് ഓരോ കളറിൽ കാണുന്നത് ഫൈറ്റർ മത്സ്യങ്ങളാണ് കേട്ടോ. ഓരോ ടാങ്കിലും ഓരോന്നുള്ളൂ. ഫൈറ്ററിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. 2 ഇട്ട് കഴിഞ്ഞാൽ അവറ്റങ്ങൾ കൊത്തുകൂടി ഒരുത്തനെ കൊല്ലും. നല്ല മനോഹരമായിട്ട് അതിൻ്റെ ഇത് കണ്ട, അതിൻ്റെ ഒരു ശില്പം കണ്ട, ഒരേ എൻട്രൻസാണ് അതിൻ്റെ. ആ റൂമിലേക്കുള്ള എൻട്രൻസ്
നമ്മുടെ ഫാൻറ്റത്തിൻ്റെയൊക്കെ ഗുഹയിലേക്ക് കിടക്കുന്ന പോലത്തെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് വേറെ ഒരു ടൈപ്പ് മത്സ്യങ്ങളാണ്. കണ്ടമാനം. ഇവിടെ ഏറ്റവും കൂടുതലുള്ള മത്സ്യം എനിക്ക് ഇതാന്ന് തോന്നുന്നു. ഒരു വലിയ ടാങ്കും ഈ ഒരു മത്സ്യം വൈറ്റ് കളറിൽ, ഞാനതിൻ്റെ പേര് മറന്നു, കണ്ടമാനം അതിൽ ഉണ്ട്. ഇതാണ് സാക്ഷാൽ അരാപ്പൈമ. അതൊരെണ്ണം അതിലുണ്ട്, വലിയതാണ്. കണ്ട ഓരോ മീനിനെ പറ്റിയിട്ടും. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ഫിഷ് എന്ന് പറഞ്ഞ സാധനമാണത്. കണ്ട, ഇത് കണ്ടു കഴിഞ്ഞാൽ മീനാന്ന് തോന്നില്ല. ഇതൊരു കല്ല് കിടക്കണ പോലെ കിടക്കണം. പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും അപകടകരമായ പോയിസണസ് ആയിട്ടുള്ള ഒരു മീനാണെന്ന് പറഞ്ഞത്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഇത് ശില്പങ്ങൾ, മേലെയും പല വിധത്തിലുള്ള ഷാർക്കിൻ്റെയൊക്കെ ശില്പങ്ങൾ തൂക്കിയിട്ടുള്ള ഒരു ഡാർക്ക് റൂം പോലത്തെ കൺസെപ്റ്റാണ്. ഇതിൻ്റെ അടിയിൽ കണ്ട ഒരു പൊയ്ക പോലെ, ഒരു തടാകം പോലെ കണ്ടമാനം മീനുകളുണ്ട്. ഇത് നമ്മുടെ സാലമാൻഡർ, നമ്മൾ പണ്ട് സയൻസ് പുസ്തകത്തിൽ പഠിച്ചിരുന്നു, കൈയും കാലുള്ളൊരു മീൻ. ഇത് 3-4 ഇട്ടിട്ടാ. ഇത് അലിഗേറ്ററാണ്, നേരത്തെ പറഞ്ഞ ടൈപ്പാണ്, വില കൂടിയ മീനാണ്. മുതലേറെ തല പോലെ ഇരിക്കുന്ന. ഇത് വലിയ ഷാർക്കുകളുണ്ട്, ഒരു 3-4. ശരിക്കും പറഞ്ഞാൽ ഒരു 6 അടി, നമ്മുടെ ഒരു മനുഷ്യൻ്റെ നീളവും അതിൽ കൂടുതലുള്ള വലിയ കടലിൽ കാണുന്ന ഷാർക്ക്. ഇത് ഈലാണ്, ഈല്. കടലിൽ മാത്രം കണ്ടുവരുന്ന നമ്മുടെ ഈ ഒരു മലിഞ്ഞീൻ ഷേപ്പിലുള്ള. ഇത് പല ടൈപ്പിൽ പല കളറിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈല്. അത് കാലിക്കറ്റ് മറൈൻ അക്വേറിയത്തിൽ കണ്ടമാനുണ്ട്, ബ്ലാക്ക് കളറിലുള്ളത്. ഇത് മറ്റേ ഡോട്ടഡ് ആയിട്ടുള്ള ടൈപ്പ് ഈലാണിത്. ഒരു ടൈപ്പ് ഈൽ മത്സ്യം ശരിക്ക് ഇലക്ട്രിസിറ്റി പുറപ്പെടുവിക്കുന്ന മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഷാർക്കാണ്. ഇത് വേറൊരു ടൈപ്പ് മത്സ്യം, വലുതാണ്. ഇത് ഒരു വേറെ പിരാന മോഡൽ. പിരാനയല്ല, പിരാന ഉണ്ട് ഇവിടെ, നേരത്തെ ഞാൻ കണ്ടു. ഇത് നേരത്തെ നമ്മൾ കണ്ടിരുന്നൊരു കൂടാണ്, കണ്ടമാനം എണ്ണം കൂടുതലുണ്ടെന്ന് പറഞ്ഞൊരു കൂടാണിത്. ഇതും നമ്മൾ ഡിസ്കവറി ചാനലിലൊക്കെ കണ്ടുവരുന്ന ഈ മത്സ്യം. ഫ്രണ്ടിലോട്ടും പിന്നിലോട്ടും ഒരേ സ്പീഡിൽ പോകാൻ പറ്റുന്നൊരു മത്സ്യമാണ്, അപകടകാരിയാണ്. ഇതൊരു കടൽ മത്സ്യമാണ്. ഇതിൽ 2-3 ടൈപ്പുണ്ട്. ഇത് ഭയങ്കര വില കൂടിയ മത്സ്യങ്ങളാണ് കേട്ടോ. അതിനൊക്കെ അതിൻ്റെ ശരിക്ക് ഇക്കോ സിസ്റ്റം നിലനിർത്തുന്ന രീതിയിൽ. അതാ തിരണ്ടി, ഇതിൻ്റെ പുള്ളിത്തിരണ്ടി എന്നൊക്കെയാണ്. തിരണ്ടി തന്നെ കണ്ടമാനം സ്പീഷീസ് ഉണ്ട്. അതിലുള്ള ഒരു ചെറിയ ടൈപ്പ് തിരണ്ടിയാണ്. നമുക്കറിയാം, ചെറിയ തിരണ്ടി മുതൽ 2 ടൺ 4 ടൺ വരെ വരുന്ന തിരണ്ടികൾ കടലിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഒരു സീബ്ര പോലത്തെ ഒരു മീനാണ്. ഇതും ഒരു ട്യൂബ് പോലത്തെ ഒരു അക്വേറിയം. ഇതും പുള്ളി കുത്തുള്ള മീനുകളാണ്, കടൽ മത്സ്യങ്ങൾ. എല്ലാതിൻ്റെയും അതത് എന്താ പറയുക, പ്രകൃതിദത്തമായ രീതിയിലാണ് നമ്മൾ കണ്ട. അതുപോലെ തന്നെ അതിൻ്റെ ശില്പങ്ങളും അതിൻ്റെ തീമും. ഇത് കംപ്ലീറ്റ് ഷാർക്കാണ് അതിൻ്റെ അടിയിൽ എടുക്കുന്നത്, ചെറിയ ഷാർക്കിൻ്റെ കുട്ടികളാണ്. ബ്ലാക്ക് ഷാർക്ക് നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ്. എനിക്ക് തോന്നുന്നത് കടൽ നമ്മൾ വളർത്തുന്ന ഷാർക്കുകളാണത്. സാധാരണയായിട്ട് നമ്മുടെ സ്നേഹതീരം ബീച്ചിലൊക്കെ കണ്ടെത്തുന്നത്. ഇതൊരു ദിനോസറിൻ്റെ ഒരു തീമാണ്. ഇത് ശരിക്കും നമ്മൾ കടലിൻ്റെ അടിയിലൂടെയുള്ള ഒരു ടണല്, ഒരു കണ്ടോ, അതിൽ വലിയ ഒരു 8 അടി 9 അടി 10 അടിയൊക്കെ വരുന്ന ഒരു 1 2 3 അരാപ്പൈമ മത്സ്യങ്ങൾ കാണാം. ശരിക്കും അവനടുത്ത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ശരിക്കും നമ്മളൊരു കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. മോളിയോടെ മീനുകൾ പോകുന്നുണ്ട്.
നല്ല കട്ടിയുള്ള ഗ്ലാസ്, ഏതാണ്ട് ഒരു 2 ഇഞ്ച് കനമുള്ള ഗ്ലാസ്സാണ് അതിൻ്റെ ബോഡി കൊടുത്തിട്ടുള്ളത്. അത് കർവ് ചെയ്ത് അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് ശരിക്കൊരു ടണൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൽ പലവിധ മത്സ്യങ്ങളുണ്ട് കേട്ടോ, ആരാപ്പയ്മ മാത്രമല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ വലിപ്പം കൊണ്ട് അത് എന്താ പറയുക, ഒരു ഒറ്റയാൻ പോലെ. ആരാപ്പയ്മ ശരിക്ക് പറയുകയാണെങ്കിൽ ആമസോൺ നദിയിൽ, ആമസോൺ കാടുകളിലെ ആമസോൺ റിവറിലാണ് ശരിക്കും അവൻ്റെ നേറ്റീവ് പ്ലേസ്. പക്ഷെ ഇപ്പോൾ അവൻ എല്ലായിടത്തും, ഇപ്പോൾ ഉദാഹരണമായിട്ട് കണ്ട അവൻ്റെ സൈസ് കണ്ട, ശരിക്കും വളരെ ക്ലോസപ്പായിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ പറ്റി എനിക്ക്. ഒരു മുതലര പോലെയൊക്കെയാണ് അവൻ്റെ ഫേസ്. ശരിക്കും നമ്മുടെ തൃശ്ശൂർ ഏതോ വീട്ടിൽ നിന്ന്, നമ്മുടെ പ്രളയകാലത്ത് വീട്ടിൽ നിന്ന് വെള്ളം പൊന്തിയപ്പോൾ അതിൽ നിന്ന് ചാടിപ്പോയ കുളത്തിൽ നിന്ന്, അല്ലെങ്കിൽ വീട്ടുകാരുടെ ചെറിയ പോണ്ടുണ്ടാവുമല്ലോ, അതിൽ നിന്ന് ചാടിപ്പോയിട്ട് ഇവൻ ചാലക്കുടി പുഴയിൽ പോയിട്ട് പിന്നീട് വലയിൽ കുടുങ്ങുകയും ഒരു 10 അടി നീളത്തിൽ അതിനെ കണ്ടെത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഇവനും ഏകദേശം അത്രയുണ്ട് കേട്ടോ, ഒരു 10 അടി 9 അടിയൊക്കെ നീളമുണ്ട് അതിൻ്റെ വാലടക്കം. ഭീകരമായ ഒരു, നമ്മളൊരു മനുഷ്യനേക്കാളും സൈസുണ്ട്. അത് എന്താ പറയുക, റെഡ് കളറുള്ള അവൻ്റെ ഭംഗി കൂടിയ വളരെ മനോഹരമായ വാലുകൾ ഇങ്ങനെ ആട്ടിക്കൊണ്ട് ഉണ്ട്. അതിപ്പോൾ നമ്മുടെ തലയുടെ മുകളിലൂടെ പോവാണ് അവൻ ക്രോസ് ചെയ്തിട്ട്. ഇതിലൊരു, ഈ ടാങ്കിലൊരു 4 or 5 ഈ ആരാപ്പയ്മ മത്സ്യങ്ങളുണ്ട്. പിന്നെ ബാക്കി വേറെയും ഇതാ കാണുന്ന കണ്ടോ, വലിയ ചെറിയ മത്സ്യങ്ങൾ, ചെറുതൊന്നുമല്ല, ഒരു 1 അടി 1.5 അടിയൊക്കെ സൈസുള്ള മത്സ്യങ്ങളാണ്. അപ്പോൾ അതായത് നമ്മുടെ ആൾക്കാരുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഈ മീനുകളുടെ ഉള്ളിൽ തന്നെ നമ്മൾ കടലിൽ നമ്മൾ മുങ്ങൽ വിദഗ്ധർ പോകുന്നത് കണ്ടിട്ടില്ലേ, അതേ വേഷം ഇട്ടിട്ടാണ് ഇതിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരു ചേട്ടനെ കണ്ടു. 1-2 ആൾക്കാരുണ്ട്. അതിൻ്റെ ക്ലീനിങ് ഒക്കെ ഒരു പ്രോപ്പറായിട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഓരോ മീനും ഇത്ര നാളിനുള്ളിൽ വെള്ളം മാറ്റി, ഉപ്പുവെള്ളമാണെങ്കിൽ ഉപ്പുവെള്ളം ഒക്കെ നല്ല എഫർട്ടുള്ളൊരു പണിയാണ്. ചില മീനുകൾക്ക് അധികം എപ്പോഴും വെള്ളം മാറ്റാനും പാടില്ല, ചത്തുപോകും. ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ അതാ ഇവിടെ മീൻ തീറ്റ കൊടുക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. കാർപ്പ് മത്സ്യങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ തായ്ലൻഡിലും ഇന്തോനേഷ്യയിലൊക്കെ പോകുമ്പോൾ കാണാം ഇങ്ങനത്തെ കണ്ടമാന മത്സ്യങ്ങൾ ഒരുമിച്ച് നമ്മുടെ കയ്യിൽ കയറി തീറ്റ, കോഴിത്തീറ്റ കൊടുക്കുന്ന പോലെ. ആദ്യം ഇവിടെ നമ്മുടെ കൈ കഴുകാൻ പറയും അവർ, എന്നിട്ട് നമ്മുടെ കയ്യിൽ തീറ്റ വെച്ച് തരും. അത് നമുക്ക് മീനെ വെറുതെ കാണിച്ചു കൊടുത്താൽ മതി, അവരുടെ കയ്യിൽ കയറി തിന്നോളും. അപ്പോൾ അങ്ങനെ ഒരു പല വിധത്തിൽ മത്സ്യങ്ങളുടെ ഒരു എന്താ പറയുക, പല വിധത്തിലുള്ള മത്സ്യങ്ങളെ നമുക്ക് കാണാവുന്ന ഒരു അക്വേറിയമാണിത്. 400 രൂപ കൊടുത്താലും നമുക്ക് അത് പൂർണ്ണമായിട്ടും മുതലാവും. AC ആണ്, നല്ല ചൂടുള്ള സമയത്ത് വന്നാലും ഉള്ളിൽ AC ആണ്, നമ്മൾ അറിയില്ല. അങ്ങനെ ഫാമിലിയൊക്കെ ക്ഷീണിച്ചു, 3-3.5 മണിക്കൂറായി ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടേ. അപ്പം അതിൻ്റെ പുറത്തേക്ക് കിടന്നു കൂട്ടാം. ഇവിടെ നമുക്ക് ചായ, ഐസ്ക്രീം, അങ്ങനെ ചെറിയ സ്നാക്സൊക്കെ കഴിക്കാവുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ കംഫർട്ട് സ്റ്റേഷൻ്റെ ഇവിടെ ഒരു കരിമീൻ്റെ ഒരു വലിയൊരു സ്കൾപ്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീലത്തിമീൻകാലത്തിൻ്റെ ഒരു ഒറിജിനൽ സൈസിലുള്ള ഒരു പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബസ്സിനേക്കാളും വലിപ്പത്തിൽ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഒരു 6-7 ആനയുടെ വലിപ്പം ഉണ്ടാവും ഒരു നീലത്തിമീൻകാലെന്ന്. അപ്പോൾ അത്രയും സൈസിൽ തന്നെയുള്ളൊരു നീലത്തിമീൻകാലത്തിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പരിപാടി ഞങ്ങൾ ഇറങ്ങുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്തോളൂ.